ഈ ഡിപ്രഷൻസിനെ മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് അതിനെ ട്രീറ്റ് ചെയ്യേണ്ടത്? എന്തായിരിക്കും അൻസാറിൻ്റെ ഒരു ഒപ്പീനിയൻ? ഏതൊരു സംവിധാനമായാലും നമുക്ക് ആദ്യം വേണ്ടത് അതിൻ്റെ ഉറവിടം എന്താണെന്ന് മനസ്സിലാക്കണം. അതെ. നമ്മൾ സന്തോഷിപ്പിക്കാൻ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇന്നലെയും കുട്ടികളോട് സംസാരിച്ച കാര്യം അതായിരുന്നു. ഉള്ളതിൽ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കണം. കാരണം നമ്മൾ ഒന്നുകിൽ ആ കുട്ടിക്ക് വലിയ എന്താ പറയുക, സമൂഹത്തിൽ ഇപ്പം ഡോക്ടർ ആയാലാണ് സംഭവം ആവുക, ഒരു അടിപൊളി ആവുക. എത്രത്തോളം ഡോക്ടർമാർ ഭയങ്കര പ്രശ്നങ്ങളായിട്ട് നടക്കുന്നുണ്ട്. പിന്നെ ഈ അടുത്തൊരു ഡോക്ടർ ആത്മഹത്യ ചെയ്തു. IIT-കളിൽ എത്ര ആത്മഹത്യ നടക്കുന്നുണ്ട്? ഇന്ത്യയിൽ ഏറ്റവും ബ്രില്യൻറ്റ് സ്റ്റുഡൻസ് പോണ സ്ഥലമല്ലേ IIT-കൾ? അത് എത്ര നടക്കുന്നുണ്ട്? അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ജീവിതത്തിൽ ഒരു പോയിന്റ് കണ്ടിട്ട് ആ പോയിന്റ് ഓടി എത്താൻ ശ്രമിക്കുകയാണ്. അല്ലാതെ ആ പോയിന്റിൽ എത്തിക്കഴിഞ്ഞിട്ട് അവർ ഹാപ്പി ആയിക്കൊള്ളുന്നില്ല. അപ്പോൾ നമ്മളെ മക്കളെ പഠിപ്പിച്ചു കൊടുക്കേണ്ട എന്ത് സാഹചര്യം ആയാലും 100 രൂപ കിട്ടിയാലും 1000 രൂപ കിട്ടിയാലും ഒരുപോലെ സന്തോഷിക്കാൻ എന്ത് ചെയ്യണം? പഠിക്കണം. അപ്പോൾ അതിലൊന്ന് കുട്ടിയുടെ സ്വപ്നങ്ങൾ അതിലേക്ക് എത്താൻ കഴിയാത്തതായിരിക്കും ആ കുട്ടിക്ക് മനസ്സിൽ ഞാനൊന്നുമല്ല എന്നൊരു തോന്നൽ വരാനുള്ള ഒരു കാര്യം. രണ്ടാമത് രക്ഷിതാക്കളുടെ താല്പര്യത്തിനനുസരിച്ച് ഒരു പക്ഷേ ആ കുട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല, എത്താൻ പറ്റിക്കൊള്ളും. ഞാൻ പഠിക്കുമ്പോൾ എൻ്റെ നാട്ടിൽ ആരും വലിയ സംഭവമായിട്ട് പഠിക്കണോ അല്ലെങ്കിൽ അവരെ കണ്ടുപിടിക്കുക ഇവരെ കണ്ടുപിടിക്കുന്നതിൻ്റെ അളവ് നല്ലോണം കുറവായിരുന്നു. കാരണം എന്നോട് അങ്ങനെ നിൻ്റെ അമ്മ പറഞ്ഞിട്ട് തന്നെ ഇല്ല. കാരണം പറയാൻ നമ്മളുടെ ആ ഒരു ലെവൽ. അപ്പം നമുക്കും അതേ ഫ്രീഡം അവിടെ ഉണ്ടായിരുന്നു. ഒരു പക്ഷെ അങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ എനിക്ക് ഓരോ എക്സാം വരുമ്പോൾ എന്നെ വിലയിരുത്തപ്പെടുന്ന ഓരോ സമയം വരുമ്പോഴും ഞാൻ എന്ത് ചെയ്യും, ടെൻഷൻ അടിക്കും. അപ്പോൾ അതാണ് സംഭവിക്കുക. അപ്പോൾ രണ്ടാമത്തെ കാര്യം രക്ഷിതാക്കളുടെ ആഗ്രഹം. മൂന്നാമത്തെ കാര്യം ചുറ്റുപാടെന്നുള്ള ഒരു പ്രഷർ വരാനുണ്ട്. എൻ്റെ മോൾക്ക് എത്ര A+ ഉണ്ട്, എൻ്റെ മോൾക്ക് ഒറ്റ A+ ഇല്ല എന്ന് പറയുമ്പോൾ ആ ഉപ്പാൻ്റെ മനസ്സുണ്ടാണ് വിഷമം, അല്ലെങ്കിൽ ഉമ്മാൻ്റെ മനസ്സുണ്ടാണ് വിഷമം. ഇനിയിപ്പോൾ നാട്ടുകാരെ മുന്നിൽ ഫേസ് ചെയ്യുക. സത്യം പറഞ്ഞാൽ ആ കുട്ടിക്ക് പഠിക്കാൻ ചിലപ്പം കുറച്ച് കഴിവ് കുറഞ്ഞാൽ മറ്റു പല കാര്യങ്ങൾക്കും ആ കുട്ടിക്ക് കഴിവുണ്ടാവും. അപ്പോൾ അത് നമ്മളത് ഒബ്സർവ് ചെയ്ത് അത് തിരിച്ചറിഞ്ഞ് അത് കൊണ്ടുവരാൻ ശ്രമിക്കാണ് വേണ്ടത്. ഞാൻ പഠിക്കുന്ന സമയത്ത് അക്കാഡമിക്കലി ഫ്ലോപ്പ് ആയിരുന്നു കേട്ടോ. എനിക്കത് പറയുന്നതിലൊരു ഞാൻ ഫ്രാങ്ക്ലി ടു ബി ഫ്രാങ്ക് അതറിയോ, ഞാൻ 100% ഫ്ലോപ്പായിരുന്നു. അതായത് ഈ ഞാൻ ഒരുപക്ഷെ പല പോഡ്കാസ്റ്റിലൊക്കെ ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞതാണ്. എനിക്കും പടച്ചവനും ഇടയിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് തന്നേക്കണത് കുറേ കാര്യങ്ങൾ സംസാരിക്കുക, എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കിട്ടിയാൽ പെട്ടെന്ന് ക്യാച്ച് ചെയ്ത് തന്ത്രപരമായിട്ട് കൊണ്ട് പ്രസൻറ്റ് ചെയ്യുക. ഒരു ഫോട്ടോ കണ്ട അതിനൊന്ന് ഫ്രെയിം ക്യാച്ച് ചെയ്യുക, സൗന്ദര്യത്തെ ആസ്വദിക്കുക. ഇതാണ് എനിക്ക് പടച്ചത് നിൽക്കുന്ന കഴിവ്, അതേ ഉള്ളൂ. അതല്ലാതെ അക്കാഡമിക്കലി കുറേ കാര്യങ്ങൾ കാണാതെ പഠിച്ച് ഞങ്ങളുടെ ഫാമിലി എൻ്റെ ഫാമിലിയിലൊക്കെ തന്നെ ടു ബി ഫ്രാങ്ക്, എനിക്ക് ഇപ്പം എൻ്റെ ചാനലിലൂടെയും എൻ്റെ പേജിലൂടെ ഞാനിത് പറയണത് ഭയങ്കര ഫ്ലോപ്പായിരുന്നു. ആ ഫ്ലോപ്പിൽ നിന്നുകൊണ്ട് പക്ഷെ എവിടെയോ ചെറിയൊരു വിത്ത് എവിടെയോ ഉണ്ടായിരുന്നെന്ന് ഞാനൊരു സമയത്ത്. അൻസാറും അങ്ങനല്ലേ നമ്മളെ സംബന്ധിച്ച്? അതിലെന്താ പറയുക, ഇപ്പോഴത്തെ ഒരു അവസ്ഥ അനുസരിച്ച് ചെറിയൊരു മാറ്റം നമ്മളിൽ വരുത്തണം. കാരണം ഇപ്പോഴത്തെ തലമുറയിൽ കുറേ കുട്ടികളും ഒരു റോൾ മോഡലായിട്ട് കാണുന്നത് കുറേ ആളുകളുണ്ട്. അവർ പഠിച്ചിട്ടല്ലല്ലോ മാർക്കായത്, അവർ പഠിച്ചിട്ടല്ലല്ലോ സക്സസ് ആയത് എന്നുള്ളതാണ്. അവർ പഠിച്ചിട്ടില്ലെങ്കിലും പഠിക്കണേക്കാൾ അപ്പുറം അവർ അധ്വാനിച്ചിട്ടുണ്ടാവും. ആ അധ്വാനത്തിന്റെ ഫലമാണ് നമ്മളിവിടെ കണ്ടത്. അത് കണ്ടിട്ടില്ല. ആ അധ്വാനത്തിന്റെ ഫലം കണ്ടത്. അപ്പൊ ഇതിൽ ആ അധ്വാനം നമുക്ക് വരുത്താതെ പഠിക്കാത്തതുകൊണ്ട് ഇത്ര ആയല്ലോ, പഠിക്കാത്തതുകൊണ്ട് ഇത്ര മില്യണറായാലും ബില്യണറായാലും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം പിന്നെ നമ്മൾ ഫേസ് ചെയ്യണം. ഇപ്പം എനിക്ക് കുറച്ചൊക്കെ ആയിട്ട് നല്ലോണം ബുദ്ധിമുട്ട് വരുന്നുണ്ട് ആ കാര്യത്തിൽ. കാരണം നമ്മൾ അക്കാഡമിക്കലി കുറച്ചും കൂടി സൂപ്പർ ആയിരുന്നെങ്കിൽ ഇതിനേക്കാൾ ലെവല് അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുമായിരുന്നു. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, നമുക്കിപ്പോൾ ടെക്നിക്കലി കുറെ കാര്യങ്ങൾ വേണം. നമുക്കിപ്പോൾ ഒരു ആപ്പ് തുടങ്ങണം, അല്ലെങ്കിൽ വേറെ സംവിധാനം വേണം. നമുക്ക് അതിന്റെ A to Z കാര്യം നമുക്ക് അറിയില്ല. അപ്പോൾ അത് അറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷെ എന്ത് ചെയ്യുമായിരുന്നു, നമ്മൾ ഹയർ ലെവലിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ വിദ്യാഭ്യാസം ഇല്ലാതെ ഇനിയുള്ള ഒരു ലോകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ജീവിക്കാനുള്ള പ്രയാസമാണ്. അപ്പോൾ എന്നാലോ വിദ്യാഭ്യാസത്തിനൊപ്പം നല്ല ഹാർഡ് വർക്കും കൂടി ചെയ്യുകയാണെങ്കിലാണ് സക്സസ് എന്നുള്ള പാറ്റേണിൽ എത്തുള്ളൂ. അപ്പോൾ പുതിയ തലമുറ കാണുന്ന ആ ഒരു സംവിധാനം ഒഴിവാക്കണം. അയാൾ പഠിക്കാതെയാണ് ഇത്ര എത്തിയത്. അതുകൊണ്ട് ഞാനും അങ്ങനെ ഞാനത് പറഞ്ഞു നാളെ പോലെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കല്ലോ കേട്ടോ. അപ്പോൾ അതിലെന്താ പറയുക, ഒരാൾ നമ്മുടെ നാട്ടിലൊരു പ്രശ്നമാണ്, ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് ക്ലിക്ക് അതിൻ്റെ ബാക്കിൽ കുറേ ആൾക്കാർ എന്ത് ചെയ്യുക, അത് പുതുമ തേടി പോട്ടെ മക്കള്. അതിൽ നല്ലോണം അധ്വാനിക്കാം. അതിൻ്റെ സ്ട്രഗ്ലിംഗ് ടൈം അവർ നല്ലോണം ഫേസ് ചെയ്ത് അവരതിനെ പാഷനേറ്റ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നല്ല റിസൾട്ടിലേക്ക് അത് എത്തും. അപ്പോൾ എപ്പോഴും നമ്മുടെ ആളുകൾ ചെയ്യേണ്ടത് പഠിക്കാതെ കൊണ്ടല്ല, അതിൻ്റെ മേലിൽ വേറൊരു പഠനം ഉണ്ടായിരുന്നു അല്ലേ, എക്സ്പീരിയൻസിലൂടെ ഉള്ളൊരു പഠനം അത് വലിയൊരു കാര്യം. അത് നമ്മളെ മൊഡ്യൂളുകളൊക്കെ വരേണ്ടതുമാണ് കേട്ടോ. അപ്പോൾ ഞാനൊക്കെ അത് പ്രത്യേകം നമ്മളെ കുട്ടികളുടെ പറഞ്ഞു കൊടുക്കും. കാരണം വെച്ചാൽ M.Tech B.Tech പോവുകയാണെങ്കിലും എന്താ പറയുക MBBS പോവുകയാണെങ്കിലും ഒരു ട്യൂഷനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യണം, സ്വന്തമായിട്ട് ഏൺ ചെയ്യാൻ പഠിക്കണം.
എൻജോയ് ചെയ്യാൻ പഠിക്കണം. അത് ഭയങ്കര വലിയൊരു പഠിത്തമാണ്. യെസ്, പൈസ ഉണ്ടാക്കുക എന്നുള്ള വലിയൊരു പഠിത്തമാണ്. 10 റുപ്യ ഉണ്ടാക്കാൻ ആർക്കും അറിയാം, 10 റുപ്യ നശിപ്പിക്കാനാണെങ്കിൽ നിങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യണം. അതാ എന്താ കാണാം, വീണ്ടും കാണാം. താങ്ക് യു.